Do you get stuck? യെസ്. നിങ്ങൾ സ്റ്റക്ക് ആവാറുണ്ടോ? ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ സോൾവ് ചെയ്യാനുള്ള അടിപൊളി ട്രിക്കുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. എനിക്ക് മാഡത്തിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണം. ഞാനിവിടെ ഉപയോഗിക്കുന്ന ട്രിക്ക് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ. ഐ വെന്റ് ടു കാലിക്കറ്റ് യെസ്റ്റർഡേ. യു വെന്റ് ടു കാലിക്കറ്റ് യെസ്റ്റർഡേ. യു വെന്റ് ടു കാലിക്കറ്റ് യെസ്റ്റർഡേ. Yeah, I went to Calicut yesterday. Oh, you went to Calicut yesterday. അപ്പൊ നിങ്ങൾ ഇന്നലെ കാലിക്കറ്റ് പോയോ എന്ന് ശരിക്കും എങ്ങനെ ചോദിക്കേണ്ടത്? ഡിഡ് യു ഗോ ടു കാലിക്കറ്റ് യെസ്റ്റർഡേ. പക്ഷെ അങ്ങനെ ചോദിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഞാൻ ഇന്നലെ കാലിക്കറ്റ് പോയി എന്ന് പറയുമ്പോൾ ഐ വെന്റ് ടു കാലിക്കറ്റ് യെസ്റ്റർഡേ. നിങ്ങൾ ഇന്നലെ കാലിക്കറ്റ് പോയി എന്ന് പറയുമ്പോൾ ഐ മാറ്റി യു ആക്കി കൊടുക്കുക. യു വെന്റ് ടു കാലിക്കറ്റ് യെസ്റ്റർഡേ. ഇനി ചോദ്യം എങ്ങനെ ആക്കുന്നു? യു വെന്റ് ടു കാലിക്കറ്റ് യെസ്റ്റർഡേ. Yeah, I went to Calicut yesterday. യെസ്. ഞാൻ ജിമ്മിൽ പോവാറുണ്ട്. ഐ ഗോ ടു ദ ജിം. അപ്പൊ നിങ്ങൾ ജിമ്മിൽ പോവാറുണ്ട്. യു ഗോ ടു ദ ജിം. ഓക്കെ. യു ഗോ ടു ദ ജിം. Yeah, I go to the gym. യെസ്. അപ്പൊ ഡു യു ഗോ ടു ദ ജിം എന്ന് തന്നെ ചോദിക്കണം നിർബന്ധമില്ല. നമ്മൾ ആദ്യം ഉത്തരം ഒന്ന് പറഞ്ഞു നോക്കുക. എന്നോടാണ് ഈ ചോദ്യം ചോദിക്കുന്നെങ്കിൽ ഞാൻ എന്ത് പറയും? ഐ ഗോ ടു ദ ജിം. അപ്പൊ ഐ മാറ്റി യു എന്നാക്കൂ. യു ഗോ ടു ദ ജിം. ഓക്കെ. അത് ടോൺ മാറ്റി കൊടുക്കൂ. യു ഗോ ടു ദ ജിം. Yeah, I go to the gym. യെസ്. ഓൾറൈറ്റ്. ഐ ഹാവ് ചിൽഡ്രൻ. എനിക്ക് കുട്ടികളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുട്ടികളുണ്ട്. യു ഹാവ് ചിൽഡ്രൻ. യു ഹാവ് ചിൽഡ്രൻ. I don't have children. യു ഡോണ്ട് ഹാവ് ചിൽഡ്രൻ. ഓക്കെ. ഞാൻ സ്മോക്ക് ചെയ്യാറില്ല. ഐ ഡോണ്ട് സ്മോക്ക്. അപ്പൊ നിങ്ങൾ സ്മോക്ക് ചെയ്യാറില്ല. യു ഡോണ്ട് സ്മോക്ക്. യു ഡോണ്ട് സ്മോക്ക്. I don't smoke. യു ഡോണ്ട് സ്മോക്ക്. ഓൾ റൈറ്റ്. ഐ ലൈക്ക് മലയാളം മൂവീസ്. യു ലൈക്ക് മലയാളം മൂവീസ്. മലയാളം മൂവീസ് നിങ്ങൾക്ക് ഇഷ്ടമാണ്. യു ലൈക്ക് മലയാളം മൂവീസ്. Yeah, I like Malayalam movies. യെസ്. ഇങ്ങനെ ഓരോ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ക്വസ്റ്റ്യൻ ആക്കി മാറ്റാൻ പറ്റും ജസ്റ്റ് ബൈ ചേഞ്ചിങ് യുവർ ടോൺ. നിങ്ങളുടെ വോയിസ് നല്ല പവർഫുൾ ആയിട്ടുള്ള സംഗതിയാണ്. ആ വോയിസ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചോദ്യങ്ങൾ ഉത്തരാക്കാനും ഉത്തരം ചോദ്യമാക്കാനൊക്കെ പറ്റും. എന്റെ ഫാദറിന് കാർ ഉണ്ട് എന്ന് ഞാൻ എങ്ങനെ പറയും? മൈ ഫാദർ ഹാസ് എ കാർ. അല്ലെങ്കിൽ ഇനി തെറ്റിയാലും കുഴപ്പമില്ല. മൈ ഫാദർ ഹാവ് എ കാർ എന്നെങ്കിലും പറയാം. ശരിക്കും ഹാസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി നേരെ തിരിച്ചു ചോദിക്കുന്നു. യുവർ ഫാദർ ഹാസ് എ കാർ. Yeah, my father has a car. ഇത്രയുള്ള സിമ്പിൾ അല്ലേ? അതിന് പകരം നമ്മൾ പ്രോപ്പർ ചോദ്യത്തിന്റെ രീതി ചോദിക്കണമെങ്കിൽ എങ്ങനെ ചോദിക്കണം? ഡസ് യുവർ ഫാദർ ഹാവ് എ കാർ. ഇത് തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ നമുക്ക് ആൻസർ എന്താക്കുന്നു? ചോദ്യമാക്കി മാറ്റാം. സിമ്പിൾ ആണ്. ഐ ഹാവ് എ കാർ. യു ഹാവ് എ കാർ. My father has a car. Your father has a car. I went to Calicut yesterday. You went to Calicut yesterday. I am married. You are married. ക്ലിയർ അല്ലേ? സിമ്പിൾ ആണ്. ഇങ്ങനെ ഒരുവിധം സാഹചര്യത്തിലൊക്കെ സ്റ്റക്ക് ആവാതിരിക്കാൻ ഈ ഒരു ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാം. ഇറ്റ് ഈസ് ഓസം. ട്രൈ ടു യൂസ് ഇറ്റ് ഇൻ യുവർ ഡെയിലി ലൈഫ്.